ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു നിത്യസത്യമായ ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. മത്തായി 19:26. അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. നമുക്ക് ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അനന്തരം ഒരുത്തൻ വന്ന് യേശുവിനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അവൻ്റെ ഉള്ളിൽ കുറേ ഏറെ നന്മകൾ ചെയ്താൽ നിത്യജീവൻ ലഭിക്കുമെന്നാണ് ആ മനുഷ്യൻ അതുവരെയും ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുന്നത്. ഞാൻ എന്ത് നന്മ ചെയ്യണം? ഏത് നന്മ ചെയ്താലാണ് ഞാൻ നിത്യജീവനിൽ പ്രവേശിക്കുന്നതെന്ന്. യേശു പറഞ്ഞു, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. കർത്താവ് അതിന് പറയുകയാണ്, നീ നല്ലവനാകാൻ നോക്കി നിത്യജീവൻ പ്രാപിക്കാൻ നോക്കണ്ട. നല്ലവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. ചില നന്മ പ്രവൃത്തികൾ ചെയ്ത് നീ നിത്യജീവൻ പ്രാപിക്കാൻ നോക്കണ്ട. പക്ഷേ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് വ്യക്തമായി പറയുകയാണ്, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഏക മാർഗമെന്ന് കർത്താവ് പറയുകയാണ്. കർത്താവിന് സ്തോത്രം. ഈ വചനമാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. വചനമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. വചനമാണ് നമുക്ക് രക്ഷ തരുന്നത്. കർത്താവിന് സ്തോത്രം. ആ മനുഷ്യനോട് യേശു പറഞ്ഞു, ഏവ എന്നവൻ ചോദിച്ചു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യേശു അവന് ചില ഉപദേശങ്ങൾ കൊടുത്തു. അവൻ പറയുകയാണ്, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു വരുന്നു. ഇതൊക്കെ പ്രമാണിച്ചിട്ടും നിത്യജീവൻ ലഭിച്ചില്ല എന്നൊരനുഭവമാണ് അവൻ്റേത്. പ്രിയപ്പെട്ടവരെ, ചില പ്രമാണങ്ങളോ ചില ആചാരങ്ങളോ ചില അനുഷ്ഠാനങ്ങളോ ചെയ്താലും ചെയ്തു കൂട്ടിയാലും നിത്യജീവൻ്റെ അനുഭവം ലഭിക്കണമെന്നില്ല. ഇതൊരു സത്യമാണ്. നിത്യജീവൻ അതൊരു അനുഭവമാണ്. അത് യേശു തരുന്ന ഒരു ഭാഗ്യ പദവിയാണ്. അവനെല്ലാം ചെയ്തു, പക്ഷെ അവൻ നിത്യജീവൻ കിട്ടിയില്ല. ചെയ്ത് നേടേണ്ടതല്ല, എന്നാൽ വിശ്വസിച്ച് പ്രാപിക്കേണ്ടതാണ് നിത്യജീവൻ. സ്തോത്രം. യേശു അവനോട് പറഞ്ഞു, ഇനി കുറവുള്ളത് എന്ത് എന്ന് അവൻ ചോദിക്കുകയാണ്. യേശു അവനോട്, നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ അവൻ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിത്യജീവൻ ലഭിക്കുന്നതിന് തടസ്സമായി അവൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധനമുണ്ടായിരുന്നു. അത് കർത്താവ് അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്താണത്? അവൻ്റെ ധനമായിരുന്നു അതിൻ്റെ തടസ്സം. അവനെന്ത് ചെയ്തു? യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഒരുപാട് ധനമുണ്ടായിരുന്നു, അത് അവന് വിൽക്കാൻ മനസ്സിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പോകുകയില്ലെന്ന് നാം ധരിക്കരുത്. ഒരിക്കലും ചിന്തിക്കരുത്. എത്ര സമ്പത്തുണ്ടെങ്കിലും അവർ ദൈവരാജ്യത്തിൽ പോകാം. എത്ര സമ്പത്തില്ലാത്തവനും ദ്രവ്യാഗ്രഹം ഉണ്ടാകാം. ആ പണത്തോട് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വലുത്. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് മണി, അതിലുള്ള ആശ്രയം. എത്ര പൈസ ഉണ്ടെങ്കിലും ഉണ്മാനം ഉണ്ടെങ്കിൽ മതിയെന്ന് നമുക്ക് വിചാരിക്കാം. എത്ര സമ്പത്തില്ലാത്തവനും ഉണ്ടാക്കണം എന്നുള്ള പരവേശം വരാം, ദ്രവ്യാഗ്രഹം വരാം. കർത്താവിന് സ്തോത്രം. ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അങ്ങനെ ആ യൗവനക്കാരൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞത് കുറേ സമ്പത്തുള്ളവൻ എന്നുള്ളതല്ല, സമ്പത്ത് ഹൃദയത്തിലുള്ളവൻ,
സമ്പത്ത് മനസ്സ് നിറച്ചു വയ്ക്കുന്നവൻ, സമ്പത്ത് കൊണ്ട് തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നവൻ, അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അവൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹവും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം സമ്പത്താണ്. ദൈവമല്ല, ദൈവവിഷയമല്ല, ദൈവരാജ്യമല്ല. അങ്ങനെയുള്ളവർ എത്തുന്നത് വളരെ പ്രയാസമെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൊഴിയിലൂടെ കിടക്കുന്ന എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഈ സംഭവം ഇപ്പോൾ വിവരിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് കൺഫ്യൂഷൻ. കൽപ്പന അനുസരിച്ചിട്ടും സ്വർഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടിയില്ല. അവൻ്റെ ജീവിതത്തിൽ ഈ വലിയ ബന്ധനം ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമായി ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ ബന്ധനങ്ങൾ ഉണ്ട്. ഈ ബന്ധനങ്ങളെ എങ്ങനെ ഓവർകം ചെയ്ത് നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കാം എന്നുള്ളതാണ് വാസ്തവമായി ശിഷ്യന്മാർ ചോദിച്ചതായ ചോദ്യം. അതിന് യേശു പറഞ്ഞത്, മനുഷ്യർക്ക് സ്വയമേവ അത് മാറ്റാൻ കഴിയുകയില്ല. മനുഷ്യർക്ക് സ്വയമേവ അവൻ്റെ ദ്രവ്യാഗ്രഹം മാറ്റാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന ഒരു പാവവും മാറ്റാൻ നമുക്ക് കഴിയില്ല സ്വന്തം ശക്തി കൊണ്ട്. പക്ഷേ നാം പ്രാർത്ഥിച്ചാൽ, നാം അത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ, അതിനോട് നാം എതിർത്ത് നിന്നാൽ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം അത് അസാധ്യമെന്ന് എണ്ണിയതായ ചില വിജയങ്ങൾ ദൈവം നമുക്ക് സാധ്യമാക്കി തരും. കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ജയം കിട്ടാത്ത മേഖലകളിലേക്ക് ജയം തരികയും നമുക്ക് നിത്യജീവൻ്റെ അവകാശം തരികയും ചെയ്യും. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലവും സാധിക്കും. അങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. എന്നാൽ യേശു ആരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റി കിടക്കുന്ന ചില പാപങ്ങൾ, നമ്മുടെ ആളത്വത്തിൽ ലയിച്ചു കിടക്കുന്നതായ ചില ബന്ധനങ്ങൾ, നമ്മെ ആത്മീയമായി മുന്നോട്ട് നടത്താൻ കഴിയാതെ നമ്മെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ചില ബന്ധനങ്ങളും ചില വേലിക്കെട്ടുകളും അത് ഓവർകം ചെയ്യുവാൻ നമുക്ക് കർത്താവ് കൃപ തരും. സ്തോത്രം. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ വിജയമുണ്ടല്ലോ എന്നാണ് പാട്ടുകാരൻ പാടിയത്. യേശുക്രിസ്തുവിൻ്റെ നാമത്താലും യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ തിരുരക്തത്താലും യേശുക്രിസ്തു കാൽവറിയിൽ നേടിയെടുത്ത വിജയത്താലും യേശുവിൻ്റെ വചനത്താലുമാണ് വിജയം കിട്ടുന്നത്. യവനക്കാര, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട കുഞ്ഞെ, ജയം കിട്ടാൻ വേണ്ടി നീ പലതും ചെയ്തു. നിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളിന്മേൽ ജയം കിട്ടാൻ പലതും ചെയ്തു. ഈ ചിന്തയൊന്ന് പോയി കിട്ടണം. ഈ അഴുക്ക് ചിന്തയൊന്ന് പോകണം. ഈ അഹങ്കാരം ഒന്ന് പോകണം. മറ്റുള്ളവരെക്കുറിച്ചുള്ള നീരസങ്ങളും കയ്പുകളും മുൻവിധികളും മറ്റുള്ളവരോടുള്ള കയ്പുകളെല്ലാം ഒന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പലതും ചെയ്തു, പക്ഷെ മാറിയില്ല. എല്ലാ സ്വന്തം ശക്തികളും താഴെ വെച്ചിട്ട്, കർത്താവേ എനിക്കത് കിട്ടിയേ പറ്റൂ, എനിക്കത് തന്നേ പറ്റൂ, ഞാൻ തരാതെ പിന്മാറുകയില്ല എന്നുള്ള ആ ഉറപ്പും നിർണയത്തോട് നാം വ്യക്തമായി പ്രാർത്ഥിച്ചാൽ യേശു നമുക്ക് തരും. മനുഷ്യർക്ക് അസാധ്യമാണ്. മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ പാപം മാറ്റിത്തരാൻ കഴിയില്ല. ഒരു മനുഷ്യനും സാധിക്കുകയില്ല. നാം പരാജയപ്പെടുന്ന ഒരു പാപത്തിന്മേലും ജയം തരാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. പക്ഷേ പാപത്തിന്മേൽ ജയം വരിച്ച ഒരുവനുണ്ട്, യേശുക്രിസ്തു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിലവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി യേശു. ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, യേശു നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിൽ ആ പൈശാചികൻ്റെ ബന്ധനങ്ങൾ മാറ്റുന്ന ആ വലിയ ഭാഗ്യകരമായ ആ ഒരു പ്രവർത്തനം തുടങ്ങും. അതാണ് ശുദ്ധീകരണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് ശുദ്ധീകരണം. അവൻ്റെ ആളത്വത്തിലും രക്തത്തിലും മറിഞ്ഞിരിക്കുന്ന പാപങ്ങളും പാപപ്രകൃതങ്ങളും അതെല്ലാം ചൂണ്ടിക്കാണിച്ച് അനുതാപത്തിലേക്ക് നയിച്ച് അതിന്മേൽ ജയം തരാൻ കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന ജയം നമുക്ക് സൗജന്യമായി തരുന്നു. എങ്ങനെയാണ് ജയം കിട്ടുന്നത് പ്രിയരെ? നമ്മുടെ അധ്വാനം കണ്ടാണോ? അല്ല. കാൽവറിയിൽ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് പിശാചിൻ്റെ തല തകർത്ത് അവിടെ ജയോത്സവം കണ്ടാടി. ആ ജയത്തിൽ, കാൽവറിയിലെ ജയത്തിലേക്ക് നോക്കി നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ജയം അവകാശമായി കിട്ടുകയും നാം പരാജയപ്പെടുന്ന ഏത് പാപമാകട്ടെ, അത് അഴുക്കാകട്ടെ, അശുദ്ധിയാകട്ടെ, മദ്യപാനമാകട്ടെ, അഹങ്കാരമാകട്ടെ, ഉന്നത ഭാവമാകട്ടെ, സ്വയമാകട്ടെ, ഏത് പാപമാണെങ്കിലും
അതിന്മേൽ ജയം കിട്ടുകയും തന്മൂലം നമുക്ക് നിത്യജീവൻ്റെ അവകാശം കർത്താവ് ദാനമായി തരികയും ചെയ്യുമെന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അതേ, മനുഷ്യർക്ക് അസാധ്യം, സ്വന്തം നിലയിൽ നേടാൻ കഴിയാത്ത നിത്യജീവൻ്റെ അവകാശം, പാപത്തിന്മേലുള്ള ജയം, അത് യേശു ക്രിസ്തു തരും. ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള പ്രാർത്ഥനയും കൊണ്ട് നമുക്കത് ലഭിക്കുമെന്ന് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിലേക്ക് വന്നു, ജയം കിട്ടാതെ ഒരുപിടി പ്രാർത്ഥിച്ചു, പക്ഷെ ജയമില്ല, നിരാശപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? യൗവനക്കാരെ, നിങ്ങൾക്ക് കർത്താവ് ജയം തരും. നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ കൊതിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, യേശുവിന്റെ ഹൃദയം പകരൂ, നിങ്ങൾക്ക് ജയം കർത്താവ് തരും. പരിശുദ്ധാത്മാവ് ജയം തരും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. അങ്ങനെ ജയജീവിതം അനുഭവിച്ചുകൊണ്ട് നിത്യജീവൻ്റെ അവകാശികളായി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിത്യസ്വർഗത്തിൽ നമുക്ക് വേണ്ടി അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കാൻ പോയ കർത്താവ് വരുമ്പോൾ നമുക്കും നിത്യജീവൻ്റെ അവകാശികളായി നമുക്ക് പറന്നുയരാവിന് കർത്താവ് സഹായിക്കട്ടെ. മറക്കല്ലേ, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. പാപം മാറ്റാൻ യേശുവിന് കഴിയും, ജയജീവിതം തരാൻ യേശുവിന് കഴിയും. നമ്മുടെ പരാജയങ്ങൾ മാറ്റി നമ്മൾക്ക് ജയത്തിൻ്റെ കൊടി നമ്മുടെ കയ്യിൽ തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു നേടിയ ജയം നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നാം ജയശാലികളായി തീരും. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആത്മീയമായ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് ഉത്തരം തരും. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.